ക്ഷേമനിധി പെൻഷനു വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 15 വർഷം. ചികിത്സയ്ക്കും പണമില്ല. വരന്തരപ്പള്ളി മുപ്ലിയത്ത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വയോധികയ്ക്ക് നേരെ മനുഷ്യാവകാശ ലംഘനം. മുപ്ലിയം ആരോടി വീട്ടിൽ 75 വയസ്സുള്ള കല്യാണിയാണ് സർക്കാരിന്റെ അവഗണനയേറ്റ് ദുരിതമനുഭവിക്കുന്നത്. കർഷക തൊഴിലാളിയായ കല്യാണി ക്ഷേമനിധിയിൽ മുടക്കമില്ലാതെ പണമടച്ചിരുന്നു. 60 വയസ്സ് കഴിഞ്ഞാൽ ലഭിക്കേണ്ട പെൻഷനു വേണ്ടിയുള്ള കാത്തിരിപ്പ് 15 വർഷമായി തുടരുകയാണ്. കാഴ്ചശക്തി കുറഞ്ഞ കല്യാണിക്ക് തിമിര ശസ്ത്രക്രിയ നടത്താനും പണമില്ലാത്ത അവസ്ഥയാണ്. ക്ഷേമനിധി ഉണ്ടെന്ന കാരണത്താൽ സർക്കാരിന്റെ മറ്റ് പെൻഷനുകളും ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല. ഞാൻ പൈസ 15 കൊല്ലം ഞാൻ കാശ് അടച്ചിട്ട്, ആ കാശ് അടച്ച കാശ് എനിക്ക് ഇല്ല, അതും ഇല്ല, എനിക്ക് പെൻഷനും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ വേണം, എനിക്ക് നല്ലൊരു കാശ് വരും, എനിക്ക് സഹായിക്കാൻ ഒരാളില്ല എനിക്ക്. അതുകൊണ്ട് എനിക്ക് എന്റെ പൈസ വേഗം തരണം. എനിക്ക് വീട് ജപ്തി ചെയ്ത് പോവുക, അതിന് ഞാൻ എന്നിട്ട് ചെയ്യണേ. ഞങ്ങൾക്ക് റോട്ടി കിടക്കാൻ പറ്റും, കാലില്ല, എനിക്ക് കാലും ഇല്ല, കൈയില്ല, കണ്ണും ഇല്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണെന്ന് എല്ലാ ആൾക്കാരും കൂടി ഇന്ന് സഹായിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു സഹായം ചെയ്യുന്നവര് മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ കൊടുത്ത കാശ് കിട്ടിയാൽ മതി. എനിക്ക് 35 വർഷം മുൻപ് ഭർത്താവ് മരിച്ച കല്യാണി മകന്റെ കൂടെയാണ് താമസം. 2015 ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച തുകയും ബാങ്കിൽ നിന്നും ലോണും എടുത്താണ് കയറിക്കിടക്കാൻ ഒരു കൊച്ചു വീട് പണിതത്. എന്നാൽ ആ വീടും ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. ഇവരുടെ ദുരവസ്ഥയറിഞ്ഞെത്തിയ പൊതുപ്രവർത്തകനായ KG രവീന്ദ്രനാഥ് ക്ഷേമനിധി ഓഫീസിൽ പരാതി നൽകിയെങ്കിലും കല്യാണിയുടെ പെൻഷനുമായി ബന്ധപ്പെട്ട യാതൊരു രേഖയും ഇല്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി. പിന്നീട് ക്ഷേമനിധിയിൽ പണമടച്ചതിന്റെ രശീത് സമർപ്പിച്ചപ്പോൾ മുൻഗണനാ പ്രകാരം പെൻഷൻ ലഭിക്കുമെന്നും അതിന് കാലതാമസം നേരിടുമെന്നാണ് അറിയിച്ചത്. അപ്പൊ അവർക്ക് പെൻഷനും ഇല്ല, ഒരു പെൻഷനും അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അത് ബ്ലോക്കായി കിടക്കുക. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ തിമിരം വന്ന് മൂടി 2 കണ്ണും കാണാൻ പറ്റില്ല. അമ്മയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല. ആകെ വയ്യാത്തൊരവസ്ഥയാണ്. വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ജപ്തിയിൽ നിൽക്കണ്. ആകെ ഒരു ദുരിതക്കായാണ്. അപ്പൊ പണിയില്ല, പണമില്ല, ജീവിതം വഴിമുട്ടിയ സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് അധികാരികൾ ഈ വാർത്ത കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ അമ്മേനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരണവർ പൈസ എത്രയും പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് തയ്യാറാവണം. ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം പെൻഷൻ നിഷേധിക്കപ്പെട്ട കല്യാണിയുടെ ദുരവസ്ഥ രവീന്ദ്രനാഥ് മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽ എത്തിക്കുകയായിരുന്നു. കമ്മീഷൻ ഇടപെട്ടതോടെ ഒരു തവണ ഇവർക്ക് പെൻഷൻ ലഭിച്ചു. പിന്നീട് അതും ഇല്ലാതായി. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ ദുരിതക്കയത്തിലായ കല്യാണിക്ക് അർഹമായ പരിഗണന നൽകി മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ പെൻഷൻ തുകയും നൽകണമെന്നാണ് ആവശ്യം.